ശ്രീലക്ഷ്മിയാണേ. നമ്മുടെ പെൺകുട്ടികൾക്ക് സർക്കാർ ഫ്രീ ക്യാൻസർ വാക്സിനേഷൻ നൽകുന്ന വിവരം നിങ്ങളൊക്കെ കേട്ടോ? ഞാൻ ഇന്ന് രാവിലെ നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്ട് കളക്ടറുടെ ഫേസ്ബുക്ക് പേജിലാണ് അത് കാണുന്നത്. ഞാൻ അപ്പം തന്നെ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിനെയും ഒക്കെ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവരെല്ലാവരും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് HPV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്സിനേഷൻ ഇപ്പോൾ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എത്ര വയസ്സ് വരെയുള്ള പെൺകുട്ടികളാണെന്ന് അറിയാമോ? 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവും വരെയുള്ള കുട്ടികൾക്ക് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റും. സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് സ്ത്രീകൾ കാണപ്പെടുന്ന 2 പ്രധാനപ്പെട്ട ക്യാൻസറുകളിൽ ഒന്നാണത്രേ. ഇത് യൂട്രസിന്റെ താഴെ ഭാഗത്താണത്രേ കണ്ടു തുടങ്ങുന്നത്, പിന്നെ അതങ്ങ് വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ ജീവനും കൊണ്ട് പോകും എന്നുള്ളതൊന്നുമില്ല. സാധാരണ ഗർഭാശയ ക്യാൻസർ ഒക്കെ വരുമ്പോൾ ഗർഭാശയം റിമൂവ് ചെയ്ത് ഒരു 50% ആൾക്കാരൊക്കെ രക്ഷപ്പെടാറുണ്ട്. പക്ഷെ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് ഒന്നും ചെയ്യാൻ പറ്റാതെയൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ കൂടി വളരെ വളരെ അവെയർ ആയിരിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ 14 വയസ്സ് മുതൽ 15 വയസ്സ് 3 മാസം വരെ പ്രായമുള്ള പെൺകുട്ടികൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ മക്കളായിട്ടോ അനന്തരവുമായിട്ടോ അയൽവക്കത്തുള്ള കൊച്ചായിട്ടോ ആരായിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ HPV എന്ന് പറയുന്ന ഒരു വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. മെയ് 31 വരെ മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ. അതാണ് ഒരു കാര്യം. മെയ് 31 വരെ മാത്രമേ ഉള്ളൂ. കൊച്ചുങ്ങൾക്കൊക്കെ ഇപ്പൊ സ്കൂൾ അടച്ചിരിക്കുന്ന സമയമാണ്, കൊണ്ടുപോകാൻ പറ്റിയ സമയമാണ്. അപ്പോൾ കൊണ്ടുപോകണം. പിന്നെ PHSCകളിലും ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ. പക്ഷെ അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ PHSC എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുങ്ങളെയൊക്കെ തുള്ളിമരുന്ന് കൊടുക്കാനും ഇഞ്ചക്ഷൻ എടുക്കാനും ഒക്കെ കൊണ്ടുപോകില്ലേ നമ്മൾ ബുധനാഴ്ചയിൽ ഒരു ദിവസം, അതൊക്കെ നടക്കുന്നതിനാണ് PHSC എന്ന് പറയുന്നത്. അവിടെ ഡോക്ടറൊക്കെ ഉണ്ട്, ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. പിന്നെ പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവിടെയും ഈ സൗകര്യം അവൈലബിൾ ആണ്. പക്ഷെ അവിടുത്തെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ പോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഈ വാക്സിനേഷൻസ് ഒക്കെ അവരിങ്ങനെ കോൾഡ് ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും അല്ലെങ്കിൽ കൂൾ അറ്റ്മോസ്ഫിയറിലായിരിക്കും സൂക്ഷിക്കുന്നത്. അപ്പൊ അത് കാരണം അവിടെ അത്തരം സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പെർട്ടിക്കുലർ ഡേയിലായിരിക്കും, വീക്കിലി വൺസ് ഒരു പെർട്ടിക്കുലർ ഡേയിലായിരിക്കും ഇത് ചിലപ്പോൾ കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ആശാവർക്കറോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ആശാവർക്കർ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരും. PHSC ആണെങ്കിൽ PHSC, അല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളാണെങ്കിൽ അവിടെ എവിടെ കൊണ്ടുപോയാലും നമുക്ക് ഈ ഒരു വാക്സിനേഷൻ 14 വയസ്സ് മുതൽ, ഞാൻ പിന്നെയും പ്രായം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിട്ടുപോകാതെ നിങ്ങൾ എല്ലാവരും ആ വീട്ടിലുള്ള കൊച്ചുങ്ങൾ ഈ പ്രായത്തിലുണ്ടെങ്കിൽ കൊണ്ടുപോയി എടുക്കാൻ വേണ്ടിയിട്ടാണ്. 14 മുതൽ 15 വയസ്സും 3 മാസം വരെയുള്ള കുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള HPV എന്ന് പറയുന്ന ഒരു വാക്സിനേഷൻ സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അത് എടുക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, എനിക്ക് ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്ന ഒരാളാണ്, ഞാനത് സർജറി ചെയ്ത് കളഞ്ഞതാണ്, എന്നിട്ടാണ് കുഞ്ഞൂട്ടനെ പ്രഗ്നന്റ് ആയതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതിനുശേഷം എല്ലാ വർഷവും കൃത്യമായി ഞാൻ യൂട്രസിൽ എൻ്റെ സ്കാനൊക്കെ ചെയ്ത് എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കണ്ട് ഫൈബ്രോയിഡിന്റെ വിവരം കൃത്യമായി അപ്ഡേറ്റ് ചെയ്താണ് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാ സ്ത്രീകളോടും പറയുന്നു, ഇപ്പോൾ ഈ ഗർഭാശയ ക്യാൻസർ ഒക്കെ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ എപ്പോഴും സ്ത്രീകൾ വിട്ടുപോണത് നമ്മുടെ കാര്യമാണ്. നമ്മളെ കാര്യം നമ്മൾ ആര് നോക്കും? അല്ലെങ്കിൽ നമ്മൾ മറന്നു പോണതാണോ അല്ലെങ്കിൽ മറന്ന പോലെ നടിക്കുന്നതാണോ എന്നൊന്നും അറിയാൻ വയ്യ. നമ്മൾ അങ്ങനെ വിടും. നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് ഗർഭിണിയാവുമ്പോഴും പ്രസവിക്കാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു പേര് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് തെറ്റായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യണം എന്നാണ് പറയുക. 30 അല്ലെങ്കിൽ 35 വയസ്സിന് മുകളിലുള്ള എല്ലാവരും മാമോഗ്രാം ചെയ്യണം എന്നാണ് പറയുക. എന്തെങ്കിലും കഴലകളോ തടിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണണം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ മാമോഗ്രാം ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ കൃത്യമായി എല്ലാ ഞായറാഴ്ചയും എന്നെ വെരിഫൈ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമ്പോൾ അയ്യേ ശ്രീലക്ഷ്മി എന്താ അങ്ങനെ പറയണമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാനിത് എൻ്റെ ആങ്ങളമാര് ഉണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും എൻ്റെ കൂടപ്പിറപ്പുകളുടെ ഭാര്യമാരാണല്ലോ അവര്, പിന്നെ എൻ്റെ ചേച്ചിമാരും അനിയത്തിമാരും ആണല്ലോ ബാക്കിയുള്ളവര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളിൽ നാണക്കേടെന്ന് വിചാരിക്കേണ്ട കാലം. നമ്മളൊരു കുടുംബത്തിൽ ഇരുന്ന് പറയണ പോലെ ഞാൻ പറയണതാണ്. അതായത് എല്ലാ സ്ത്രീകളും എല്ലാ ഞായറാഴ്ചയും തന്നെ, ഞായറാഴ്ചയാണല്ലോ നമുക്ക് ഇത്തിരിയെങ്കിലും ഒന്ന് ഇരിക്കാനുള്ള ഒരു നേരം കിട്ടുന്നത്, ആ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് 2 ബ്രസ്റ്റിലും പുരട്ടി നിൽക്കൂലേ, ആ സമയത്ത് ഒന്ന് പുരട്ടി എവിടെയെങ്കിലും കൈ ഒന്ന് ഓടിച്ചു നോക്കണം. അതായത് ഒന്ന് തിരുമി നോക്കണം. അപ്പൊ എവിടെയെങ്കിലും വല്ല കഴലയോ തടിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തട്ടും. എങ്കിൽ പിന്നെ ഒന്നും
ഒന്നും ആലോചിക്കരുത്. അപ്പം തന്നെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവരോട് സംസാരിച്ച് ഫർദർ ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി ബയോപ്സി തന്നെ നമ്മൾ അങ്ങോട്ട് പറയണം. കാരണം പല ആൾക്കാരും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ അയ്യോ ബയോപ്സി എങ്ങനെ എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ബയോപ്സിയെ നമ്മൾ പേടിക്കരുത്. നമ്മൾ അത് വെച്ചുകൊണ്ടിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ക്യാൻസർ അങ്ങേ അറ്റം എത്തിയിട്ട് ചെന്ന് ബയോപ്സി എടുക്കുമ്പോഴേ നമ്മൾ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നല്ലേ അവർ പറയുന്നത്. അതിനേക്കാൾ നല്ലത് ഏർലി സ്റ്റേജിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മരുന്നുകളൊക്കെ കഴിച്ച് നമുക്ക് ഈ രോഗത്തെ മാറ്റാൻ പറ്റില്ലേ. ഞാൻ ഇങ്ങനെ പറയണത് എന്താണെന്നറിയോ, നമ്മുടെ കൂടെ നടന്നു പോണ ഒരാൾ പിറ്റേ ദിവസം കേൾക്കുന്നത് അവർക്ക് ക്യാൻസർ ആണെന്നാണ്. നമ്മളെല്ലാവരും ഇന്ന് ക്യാൻസറിനെയും കൊണ്ടാണ് നടക്കുന്നത്. അതിൽ ചെറിയ ഒരു പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർ മാത്രം പെട്ടെന്ന് അത് കാണിക്കുന്നു, പിന്നെ കുറച്ച് പേർക്ക് കുറച്ച് വൈകി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അതും കൊണ്ടാണ് നടക്കുന്നത്. നമ്മുടെ കാര്യം എന്തായാലും ഏകദേശം ഇങ്ങനെയൊക്കെ ആയി. പക്ഷെ നമ്മുടെ മക്കളെ നമുക്ക് പ്രതിരോധിക്കാൻ, ക്യാൻസറിൽ നിന്ന് പ്രതിരോധിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ, അത് നല്ല ഫുഡ് കൊടുത്തിട്ടാണെങ്കിലും ഇത്തരം പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ കൊടുത്തിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ ആ മക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മൾ അച്ഛനമ്മമാരുടെ ജോലി തന്നെയാണ്. എസ്പെഷ്യലി നമ്മൾ അമ്മമാരാണ് ഈ കുട്ടികളുടെ ഇത്തരം റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ഈ ഇഞ്ചക്ഷൻ എന്തായാലും കൊച്ചുങ്ങൾക്ക് എടുപ്പിക്കണം കേട്ടോ. സർക്കാർ ഫ്രീ ആയിട്ടാണ് തരുന്നത്. അത് എന്തിനാ സർക്കാർ ഫ്രീ ആയിട്ട് തന്നാൽ, സർക്കാരിനോട്ടുണ്ടായിട്ടില്ലല്ലോ, നമ്മളെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 4000 രൂപ 6000 രൂപയൊക്കെ വില ഉള്ളത് കൊണ്ട് എൻ്റെ കുഞ്ഞിന് ഞാനത് എടുക്കണില്ല എന്ന് ആരും അങ്ങനെ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും എന്താണ് ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും നമ്മുടെ മക്കൾക്ക് ഒരു മരുന്ന് വാങ്ങിക്കണമെങ്കിൽ നമ്മളത് ചെയ്യും. എങ്കിലും അത് സർക്കാർ ഫ്രീ ആയിട്ട് തരുമ്പോൾ ആ ഒരു അവസരത്തെ ഒരിക്കലും ദുരുപയോഗപ്പെടുത്തരുത്. ഉറപ്പായിട്ടും നിങ്ങൾ പോയിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം കേട്ടോ. ഓക്കെ, ബൈ.